മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ മധ്യകേരളത്തിലേക്കാണ് ഇനി രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ. അധികാരം തിരിച്ചുപിടിക്കാൻ UDF നിലനിർത്താൻ LDF ശക്തമായ പോരാട്ടമാണ് മധ്യകേരളത്തിൽ കാഴ്ചവെച്ചത്. തൃപ്പൂണിത്തുറ, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ സാന്നിധ്യമായി NDAയും ഉണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മധ്യകേരളത്തിലേക്ക് വന്നാൽ 5 ജില്ലകളാണ്. ഇടതിനും വലതിനുമൊക്കെ സ്വാധീനമുള്ള മേഖലയാണ്. ഒപ്പം BJP പിടിക്കുന്ന വോട്ടുകൾ ഏറെ നിർണായകമാണ്. രാഷ്ട്രീയ ബലാബലത്തിൽ മധ്യകേരളം ആരെ തുണയ്ക്കും? നമ്മൾ ഈ മധ്യകേരളത്തിലും അതിശക്തമായ പോളിംഗ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 80% പല ജില്ലകളിലും കൃത്യമായി അത്തരമൊരു രീതിയിലേക്ക് തന്നെയാണ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ പല മണ്ഡലങ്ങളിലും 80% മുകളിലേക്ക് കുന്നത്തുനാട്, അതുപോലെ തന്നെ പറവൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ തരത്തിലുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുന്നത്തുനാടിലാണ് ഒരുപക്ഷെ സംസ്ഥാനത്തെ രണ്ടാമത്തെ മണ്ഡലം, ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ മണ്ഡലം എന്ന നിലയിലേക്കാണ് കുന്നത്തുനാട് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. സ്വാഭാവികമായും കൂടുതൽ അപ്ഡേഷനുകളും മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതിൽ വലിയ മാറ്റമുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഈ മധ്യ കേരളം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ മധ്യ കേരളത്തിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് സാധാരണഗതിയിൽ മധ്യ കേരളം വലതുപക്ഷത്തോട് UDFനോട് ചായ്വ് കാട്ടുന്നതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി ഒരു നേരിയ മുൻതൂക്കമെങ്കിലും ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുന്നൊരു സ്ഥലമായി മധ്യ കേരളം മാറിയിട്ടുണ്ട്. അതിൽ എറണാകുളം മാത്രമാണ് വേറിട്ട് നിൽക്കൽ. പക്ഷേ അപ്പോഴും അവിടെ നേരിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ മാറി ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചിന്തിക്കുന്നത്. പ്രത്യേകിച്ച് ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. ഇതിൽ എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ സ്വാഭാവികമായും 2020 സാന്നിധ്യം പ്രധാനമായും BJP മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് കരുതിയിരുന്നിടത്ത് പോലും 2020 മത്സരിക്കുന്ന ഒരു സാഹചര്യം, തൃപ്പൂണിത്തുറ ഉൾപ്പെടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം വോട്ടുകൾ BJPയുടെ വോട്ടുകൾ ഉൾപ്പെടെ സമാഹരിക്കാൻ NDAയുടെ സ്ഥാനാർത്ഥി എന്നതിൽ 2020 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞു എന്നുള്ളതൊക്കെ തന്നെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴ നമുക്കറിയാം, G സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ശ്രദ്ധേയമായ മണ്ഡലമാണ് അമ്പലപ്പുഴ. ആ ജില്ല ശ്രദ്ധേയമായതും അങ്ങനെ തന്നെയാണ്. അവിടെ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ എത്രത്തോളം വോട്ടുകൾ UDFന് സമാഹരിക്കാൻ കഴിയുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 2-3 സീറ്റുകൾ അധികം നേടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നേട്ടമായേക്കാം. കോട്ടയം, ഇടുക്കി അതുപോലെ തന്നെയാണ്. സ്വാഭാവികമായും UDFന് മേൽക്കൈമ ഉള്ള ഒരു 2 ജില്ലകളാണ്. ആ ജില്ലകളിലൊക്കെ തന്നെ ഇടതുപക്ഷം കഴിഞ്ഞ തവണയൊക്കെ പിടിച്ചു നിന്നാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് തൃശ്ശൂരിലാണ് ശക്തമായ പോരാട്ടം, ത്രികോണ മത്സരം നടന്നതാണ്. പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ച തൃശ്ശൂർ. ഒപ്പം തന്നെ നമുക്കറിയാം, കിറ്റ് ആരോപണം ഒക്കെ തന്നെ ഉയർന്നു വന്നതാണ്. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയ കാര്യമാണ്. ഏതായാലും സസ്പെൻസ് ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി ഉൾപ്പെടെ ഉറപ്പ് പറഞ്ഞ തൃശ്ശൂർ ജില്ലയിലടക്കം തന്നെ എന്തൊക്കെയാണ് വോട്ടർമാർ കാത്തുവെച്ചതെന്നാണ് അറിയാനുള്ളത്. ഏതായാലും മധ്യ കേരളം അതിശക്തമായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചിരിക്കുന്നത്. അത് ആർക്ക് നേട്ടമാകും, ആർക്ക് കോട്ടമാകും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അമ്പിളി.